അങ്ങനെ ഞങ്ങള് അട്ടന്റെ കടയും കൊണ്ട് ഫുള്ള് വൈബ് എടുത്ത് ഇവിടെ എത്തി. 6:30 മണിയാകുമ്പോ ഞങ്ങള് തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി. പുറത്തന്നെ തണുപ്പിൽ സഹിക്കുന്നില്ല. അപ്പൊ നോക്കിയാ കൊറേ എണ്ണം കുളിക്കുന്ന. ഞങ്ങൾ കുളിക്കുക പറയണ്ട, അത് വേറെ ഒന്നുമില്ല. അപ്പൊ കൊറേ എണ്ണം തീരാന്തളത്തിൽ കുളിക്കുന്ന നോക്കിയാ എന്താ അവസ്ഥ അല്ല. നിങ്ങൾക്കല്ല എന്ത് സുഖമില്ല പോലെ ഈ തണുപ്പിൽ കുളിക്കാന്. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങ, നിങ്ങൾ കയറി, നിങ്ങൾ ഇറങ്ങാന്. തണുപ്പുണ്ടോ വെള്ളം? അപ്പൊ കയറി. ഇപ്പൊ ഈ പിരാന്ത തണുപ്പിലേക്ക് ഞാൻ ഇറങ്ങുന്നു. ഇത് ഒരു കുളി നേരത്തെ കഴിഞ്ഞിന്. ചങ്ങായി ഞാൻ ഫോണിലേക്ക് വെള്ളം ഇറക്കിയതോ ക്യാമറ ബ്ലറാന്ന്. ഇത്തിരി ഫുഡ് റെഡി ആയിക്കൊണ്ടുണ്ടാ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്തെങ്കിലും കൂടിയാ അപ്പൊ കൊടുത്തോ കൊണ്ടുപോകാൻ. നീ വൈകുന്നേരം മുതലിട്ട് ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ എണിച്ചതല്ലേ 10 മണിക്ക് അല്ലേ? പിന്നെ വിശാൽ കണ്ട പോ. ഇവിടെ എന്തെല്ലാം നടന്ന് എന്തെല്ലാം ചെയ്ത് ഉറങ്ങിയിട്ട് എന്തുണ്ടായി? അതന്നെ, ഉറങ്ങിയിട്ട് ഉറക്കം മാത്രം കിട്ടി. ഇനിയിപ്പൊ നീ എന്താക്കും? ഇനി എന്താക്കും അങ്ങോട്ട്? അതിലുറങ്ങുമോ? പിന്നെ എല്ലാരും ഇപ്പൊ ഉറങ്ങുന്നു. ഫുഡിന് കാത്തുക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റായി. സാധനം അവിടെ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടികളെല്ലാം പ്ലേറ്റും വെച്ച് വെയിറ്റ് ചെയ്യാണ്. നല്ല തണുപ്പുണ്ട്. ഇതാ നമ്മള് നാസർ ഉസ്താദ്. ഇത് സാധനം കാണിച്ചേ. പെട്ടി നിറച്ചും ബ്രോസ്റ്റഡ് ഉണ്ട്. എന്താ പോരാ? അത് കുറച്ച് സമയം എടുത്ത് വെക്കുതാ. നല്ല ചിക്കൻ വരുന്ന തണുക്കുന്ന അവ പാഞ്ഞോ എന്തേ ഉറങ്ങുന്നുണ്ടാ? ഇതെന്ത് തണുക്കുന്ന ഉറങ്ങുന്നുണ്ട് പത്തെല്ലാം കൊണ്ട്. എന്താ ഒരു തലം കാണി തെറ്റ ഉറങ്ങുവിടെ തന്നെ. ആദ്യം ക്യാപ്സ് നീ തിന്നിട്ട് അഭിപ്രായം പറയണേ ലാസ്റ്റ്. അപ്പളേക്ക് നമ്മൾ അബൂബക്കർ കുബൂസും കൊണ്ടുവന്നു. അബൂബക്കർ കെട്ട് കുബൂസ് ഉണ്ട്. എന്തിനാ നാസർ ഇങ്ങനെ ഒരുത്തിന് മാത്രം 4 കൊടുത്തിനാ? എന്തോ ചാതി ഉണ്ടല്ലോ ഉസ്താ. ഇതെന്ത് രണ്ടാൾക്ക് മാത്രം 4 കൊടുത്തിന് പ്ലേറ്റില്? നീ 2-4? നീ പോയിട്ട് ഉറങ്ങണോ ഫസ്റ്റ്? നല്ല തണുത്ത് കുറച്ചുകൊണ്ട് വയനാട്ടിലെ റിസോർട്ടില് ഫുഡ് കഴിക്കുന്ന തിന്നോ. ഞാൻ എന്റെ വായിലേക്ക് കയറിയിട്ടാലോ?